രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാതിരിക്കുകയാണ്. ചുമ്മാ ഇരുന്നപ്പോൾ വിചാരിച്ചൊരു വീഡിയോ എടുത്തേക്കാമെന്ന്. എന്നിട്ട് ഞാൻ ക്യാമറ ഓണാക്കില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ പറയുന്നതൊന്നും ഇതിലിടാൻ പറ്റില്ല. കാരണം പുറത്തൂടെ വണ്ടി പോകുന്ന ഒച്ചയും പല പല ഒച്ചകൾ കാരണം അത് നമുക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ആ പരാതി പറഞ്ഞ് വെറുപ്പിച്ച ഒരാളുണ്ട് ഈ വീട്ടിൽ. അതായത് നമ്മുടെ റെഡ് ലേഡി ഓമ. പുള്ളിക്കാരി എൻ്റെ പരാതി കേട്ട് നമുക്കിപ്പം 4 കായ്കനികൾ തന്നിരിക്കുന്നു. ഇതിനും വളർന്ന് വലുതായിട്ട് വേണം ബാക്കി പറയാൻ. പക്ഷേ എന്നാലും പ്രതീക്ഷകൾ പറ്റിയിട്ടില്ല എന്ന് സാരം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാറുമായിരുന്നു. അതങ്ങ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പന്തളത്ത് അയ്യപ്പനെ കാണാൻ പോയിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മുടെ അപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. അരവണ വാങ്ങിച്ചില്ല. പൊതുവേ അരവണ എനിക്കിഷ്ടമാണെങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് പൊതുവേ മധുരം കഴിക്കാൻ പറ്റില്ല കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ, എന്തോ ഒരു ചെടിപ്പ് പോലാണ്. എന്നിട്ട് ഈ അരവണ മൊത്തം എൻ്റെ വായിലോട്ട് തന്നെ ഞാൻ തിരികെ കയറ്റി. നല്ല അങ്ങ് ഉണക്കൽ പോലെ ഇരിക്കുന്നില്ല കേട്ടോ. ശബരിമലയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉണങ്ങിയിരിക്കും. പക്ഷേ എനിക്കത് ഇഷ്ടമാണ് കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇഡ്ഡലി അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു. അരവണ പോലെ ഉണ്ണിയപ്പം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് കഴിക്കാമെന്ന്. എന്നിട്ട് പിന്നെ ഞാൻ ഇഡ്ഡലിയും സാമ്പാറും, നല്ല ഇഡ്ഡലി സാമ്പാറുമായിരുന്നു ഇന്നത്തെ. കല്ല് പോലത്തെ ഇഡലികളാണ് ചില സമയം ഉണ്ടാകാറ്. പക്ഷേ ഇത് പൂ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയായിരുന്നു കേട്ടോ. എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. ഇഡ്ഡലി സാമ്പാർ ഇങ്ങനെ കുഴച്ചിട്ട് ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണല്ലേ. സ്വന്തമായിട്ടുണ്ടാക്കി കഴിക്കുന്നതുകൊണ്ടായിരിക്കും സ്വന്തമായിട്ട് തന്നെ പുകഴ്ത്തി പറയുന്നതല്ലേ. അതുപോലെ തന്നെ കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. നമ്മളെപ്പോലുള്ള പാവത്തുങ്ങളൊക്കെ ഒന്ന് രക്ഷപ്പെട്ടോട്ടേ. കുറച്ചധികം ബാധ്യതകളുണ്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ ചക്കക്കുരു അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്കൊരു ജാക്കം തോന്നി ചക്കക്കുരു പിഴിക്കോട്ടി കഴിക്കാൻ. ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ തോന്നും, ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കഴിക്കാം അല്ലേ. നമ്മുടെ കൈക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാനാണ് നമ്മുടെയൊക്കെ വിധി. വല്ലവരും വെച്ച് ഉണ്ടാക്കി തരുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ പുച്ഛമായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് ടേസ്റ്റോടൊട്ട് കഴിക്കാനും പറ്റില്ല. അതെല്ലാവർക്കും ഉള്ളതായിരിക്കും അല്ലേ. ആരെങ്കിലും വച്ചുണ്ടാക്കി തരുമ്പോൾ നമുക്ക് വലിയ ടേസ്റ്റാണ്. നമ്മൾ തന്നെ വെച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ എനിക്ക് വലിയ ടേസ്റ്റ് തോന്നാറില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ചക്കക്കുരു മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ നമ്മൾ അവിടുന്ന് തന്നെ അമ്പലത്തിൽ പോയപ്പം, ഞാൻ പറയില്ല, പന്തളത്ത് അമ്പലത്തിൽ പോയപ്പോൾ നമ്മൾ കുറച്ച് പൊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോളപ്പൊരി ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോളപ്പൊരിയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് കല്ലൂസിന് ചീട്ട് കൊടുപ്പുണ്ട്. അത് താഴെ നിൽപ്പുണ്ട്. അവളുടെ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ അവൾ ഉടുപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൾ കാണിക്കാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരി കുളിക്കാനൊക്കെ എണ്ണ തേച്ചിരിക്കുക, അതിൽ പകുതി പൊക്കി കാണിക്കുകയാണ്. അവൾക്ക് അതിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം കണ്ടോ, അവൾ ഡ്രസ്സ് ഇടാത്തതുകൊണ്ട് എന്താ പറയണ്ടല്ലോ, അപ്പം പുള്ളിക്കാരിക്ക് നാണമുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. അപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി വെച്ചപ്പം അതിൻ്റെ ടേസ്റ്റ് നോക്കാതിരിക്കാൻ പറ്റുമോ? അതായത് ചക്കക്കുരു മെഴുക്കുവരട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു നന്നേ കീറി തൊലി കളഞ്ഞ്, നല്ല കറുത്ത ചക്കക്കുരു ആയിരുന്നു, അത് നല്ലപോലെ ചിരണ്ടി തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച്, പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ആയാലും മതി, അതാ കുറച്ചുകൂടെ ടേസ്റ്റ്. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ഇട്ട് പുരട്ടിച്ച് തേങ്ങയും തിരുമ്മി ഇട്ടിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുക. എന്താ ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. ഒരു ബിരിയാണിക്കും പുറത്തെ ഭക്ഷണത്തിനോ KFCക്കോ ഒന്നും ഇല്ലാത്ത അടിപൊളി ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാനും കല്ലൂസും കൂടി മുറ്റത്തുലാത്തുകയാണ്. അതായത് വിളക്ക് കത്തിക്കാൻ പോവുകയാണ്. കുളിയൊക്കെ പാസ്സാക്കി വിളക്കൊക്കെ കത്തിച്ചു. വിളക്ക് കത്തിക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള വീഡിയോയാണ് കേട്ടോ ഇത്. ചെമ്പരത്തിപ്പൂ നന്ദിയുണ്ട്. താളിയൊക്കെ തേച്ചിട്ട് ഒത്തിരി നാളായി കുഞ്ഞിൻ്റെ തലയിൽ ഇട്ട് കൊടുത്തിട്ട്. അതായത് മൂത്താളുടെ, നമ്മുടെ പൊന്നൂസിൻ്റെ. കല്ലൂസിൻ്റെ വക ഒരു നൃത്യമാണ്. ഈ എന്തൊക്കെ കാണണം എൻ്റെ പൊന്നോ. ഫ്രോക്കിൻ്റെ ഇടയ്ക്കൊരു പാവാട ഇട്ട് അതിനിടയ്ക്ക് നിക്കറുമുണ്ട്. ഈ പെണ്ണിൻ്റെ പരിപാടി, കയ്യിലൊരു ബാഗും ഉണ്ട്, ഡാൻസ് കളിക്കുവാണ്. എന്തൊക്കെ പരിപാടിയാണ് കാണിക്കുന്നതല്ലേ. പണ്ട് നമ്മളും ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ. എനിക്ക് ഇരട്ടിപ്പണിയാണ് തുണി കഴുകാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അവളുടെ ഇഷ്ടത്തിന് പോകട്ടെ. ഞങ്ങളുടെ ഇഷ്ടത്തിന് വിടാക്കത്തില്ല. നല്ല കൊച്ചു പട്ടികൾ ഈ ഗേറ്റിൻ്റെ ഇടയിൽ കൂടെ കയറി വരും കേട്ടോ. എനിക്ക് പേടിയാണ് കുഞ്ഞിനെ കടിക്കുമെന്ന്. അപ്പം ഞാൻ വിളക്ക് കത്തിക്കാനാണെങ്കിൽ വെള്ളമൊക്കെ കിണ്ടിയിൽ പിടിച്ചിട്ട് കുറച്ച് തുളസി അധികം മുറ്റത്തുണ്ടായിരുന്നു, എല്ലാം ഞാൻ പിഴുത് കളഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ള തുളസിയിൽ നിന്ന് 2-3 തുളസിപ്പൂവൊക്കെ വെച്ചിട്ട് വിളക്ക് കത്തിക്കാൻ പോവുകയാണ്. വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ നല്ല മഴക്കൂരാപ്പ് വരുന്നുണ്ട് കേട്ടോ. അതായത് മഴയുണ്ടെന്ന് സാരം.
അപ്പോൾ നമ്മുടെ പൊന്നൂസ് ട്യൂഷന് പോയേക്കുകയാണ്. അപ്പോൾ നമുക്ക് വിളക്ക് കത്തിക്കാം. നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി നാരായണായ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാശിവം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജം ഭൂവരസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. അത് കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ കല്ലൂസിനെ എടുത്ത്, കല്ലൂസ് അപ്പോഴത്തേനും അവിടെ വന്ന് നിൽപ്പുണ്ട്. അവളുടെ മേലൊക്കെ കഴിവിച്ചെല്ലാം ഇട്ടതാണ്. അതിൻ്റെ ഇടയ്ക്കൊരു പാവാടയൊക്കെ എടുത്ത് പിന്നെയും മുറ്റത്ത് ഇറങ്ങി നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് കത്തിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ലൈറ്റ് ഇടത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ലൈറ്റൊക്കെ ഇട്ട് പിന്നെ ഞാനും കല്ലൂസും കൂടെ തൂക്കുകട്ടിലിരുന്ന് ഇങ്ങനെ ആടിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. പുള്ളിക്കാരി എൻ്റെ കൂടെ വന്നിരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തീർന്നു. അപ്പം ഓക്കേ.